ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 മണി പലഹാരമായിട്ടാണ്. അത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ്, ശർക്കര, ക്യാരറ്റ്, സൺഫ്ലവർ ഓയിൽ, ബദാം, 2 കോഴിമുട്ട, ഇത്രയാണ് വേണ്ടത്. അത് ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇടുക. അതിലേക്ക് 1 പീസ് കറുവപ്പട്ട കൂടി ഞങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അത് പൊടിയായാലും കുഴപ്പമില്ല, ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ടതാണ്. അത് നന്നായിട്ടൊന്ന് അടിച്ച് സെറ്റായതിനു ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ ഒഴിക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം ഒന്നുകൂടി അടിക്കുക. അത് അടിച്ച് സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അടിച്ചപ്പോൾ ഈ ഒരു രീതിയിലാണ്. ബാറ്ററി അത്ര റെഡിയായി കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാലാണ് നമുക്ക് ചേർക്കേണ്ടത്. പാല് ചേർത്ത് ആദ്യം 2 സ്പൂൺ എടുത്ത് അടിച്ച് റെഡി ആയിട്ടില്ലെങ്കിൽ മാത്രം പിന്നെയും 2 സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി സെറ്റായിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാനിവിടെ ചെറുതായിട്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ചോപ്പ് ചെയ്യല അതുപോലെ സെറ്റാക്കി വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അത് അവിടെ ഇവിടെ കട്ടയായി കിടക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. അത് ഇളക്കി വെച്ച് സെറ്റായ പിന്നെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് സെറ്റാക്കി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ കട്ട പിടിക്കരുത് കേട്ടോ. ഞാനിവിടെ ചെറിയ 3 കപ്പാണ് എടുത്തത്. അതിലേക്ക് എണ്ണ തടവിയ ശേഷം നമ്മളിതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് പകുതി മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിത് പൊങ്ങി വരുമല്ലോ. ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 തവണയായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് ആവിയിൽ വെച്ചാട്ടോ ഉണ്ടാക്കേണ്ടത്. 2 തവണയായിട്ട് എൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ 2 തവണയായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. ഈ ഒരു രീതിയിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ. അപ്പോൾ ഞാനിവിടെ എടുത്തത് ബദാമാണ്. ബദാം ചെറുതായി നുറുക്കിയിട്ട് അതിന് മുകളിൽ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ വെച്ച് കൊടുത്തു. അപ്പം ഞാനിത് അടുപ്പിൽ വെച്ച് വേവിച്ചതാണ്. നിങ്ങൾ ഗ്യാസിലാണ് വെക്കുന്നത് എന്ന് വെച്ചാൽ ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ച് ഇപ്പോൾ ഞാൻ എടുത്ത് തണിഞ്ഞതിന് ശേഷം മാത്രം പൊളിച്ചെടുക്കുക. അപ്പോൾ അതാ നല്ല ഞെങ്ങി സോഫ്റ്റായിട്ട് കേൾക്കുന്ന അപ്പം റെഡിയായി.